രാജ്യത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷകരായി സ്വയം അവരോധിച്ച ജൻസി തലമുറയുടെ മുഖം മൂടി അണിഞ്ഞിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ യഥാർത്ഥ മുഖം മറനീക്കി പുറത്തു വരികയാണ്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്നും വിരമിച്ചാൽ തന്റെ മകനെ അമേരിക്കയിൽ അയച്ച് കോടികൾ മുടക്കി പഠിപ്പിക്കാൻ കഴിയുമോ? CJP സ്ഥാപകൻ അഭിജിത്ത് ദിബ്കയുടെ വിദേശ പഠനത്തിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ റഡാറിലാണ്. മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനായിട്ടുള്ള ഭഗവാൻ റാവു ഡിബ്കെയാണ് അഭിജിത്തിന്റെ പിതാവ്. ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സൂറത്തിൽ നിന്നുള്ള വിവരാവകാശ പ്രവർത്തകൻ അമിത് തിവാരിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനു പിന്നിൽ വിദേശ ഫണ്ടിങ്ങോ മറ്റെന്തെങ്കിലും അദൃശ്യ കരങ്ങളോ ഉണ്ടോ എന്നാണ് ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ ടൂൾ കിറ്റുകളുടെ ഒരു പ്രധാന കരുവാണോ ഈ പാറ്റാത്തലവൻ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും. ഈ സംശയം വെറുതെ അല്ല എന്ന് തെളിയിക്കുന്നതാണ് മറ്റു ചില നീക്കങ്ങൾ. നീറ്റ് പരീക്ഷാ വിവാദത്തിന്റെ പേരിൽ ഡൽഹിയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച് അറസ്റ്റിലായ CJP പ്രവർത്തകർക്ക് നിയമസഹായം നൽകാൻ മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ MP-യുമായ കപിൽ സിബൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് 1 ലക്ഷമല്ല 2 ലക്ഷമല്ല മറിച്ച് 1 കോടി രൂപയാണ്. ഈ ഭീമമായിട്ടുള്ള തുക ഇവിടെ നിന്ന് വരുന്നു എന്നതും ദുരൂഹമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കടലാസ് സംഘടന മാത്രമാണ് CJP. എന്നിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന വ്യാജേന ഇവർക്ക് എങ്ങനെ ഇത്രയും വലിയ ഫണ്ടുകൾ സ്വീകരിക്കാൻ കഴിയുന്നു? കപിൽ സിബൽ നൽകുന്ന 1 കോടി രൂപയ്ക്ക് GST ബാധകമാണോ എന്ന് പരിശോധിക്കാൻ നികുതി വകുപ്പിനോടും ഈ സംഘടനയുടെ നിയമസാധുത പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അമിത് തിവാരി രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ വിദ്യാർത്ഥി സമരം എന്ന പേരിൽ രാജ്യത്തിൽ അരങ്ങേറുന്നത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ഡീപ് സ്റ്റേറ്റ് അജണ്ടയാണെന്ന സംശയം ബലപ്പെടുകയാണ്. രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നും ഒഴുകിയെത്തുന്ന പണത്തിന്റെ പിൻബലത്തിലാണ് ഈ പാറ്റക്കൂട്ടങ്ങൾ അരാജകത്വം വിതച്ചുകൊണ്ട് പറക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കുള്ള അന്വേഷണം മുറുകുന്നതോടെ ഈ ടൂൾ കിറ്റ് നാടകം പൂർണ്ണമായും പൊളിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. മിസ്റ്റർ സിസ്റ്റം